359 മീറ്റർ ഉയരമുള്ള പാലത്തിലൂടെ കുതിച്ചു പാഞ്ഞ് വന്ദേ ഭാരത് ട്രെയിൻ. ആദ്യ പരീക്ഷണ ഓട്ടം തന്നെ വൻ വിജയകരമാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ചെനാബ് പാലത്തിലൂടെയാണ് വന്ദേ ഭാരത് ട്രെയിനിന്റെ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയത്. ജമ്മു കാശ്മീരിലെ റംബാൻ ജില്ലയിലെ സംഗൽധാനും റിയാസിക്കും ഇടയിൽ ചെനാബ് നദിക്ക് കുറുകെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിക്ക് കീഴിലാണ് ഈ എഞ്ചിനീയറിംഗ് വിസ്മയമായ റെയിൽവേ പാലം നിർമ്മിച്ചിരിക്കുന്നത്. കാശ്മീർ താഴ്വരയെ ഇന്ത്യയിലെ റെയിൽവേ ശൃംഖലയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാന മേൽപ്പാലം കൂടിയാണ് ചെനാബ് മേൽപ്പാലം. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പദ്ധതികളിൽ ഒന്നായിരുന്നു. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പ്രൊജക്ട്, ഇതിന് കീഴിലാണ് ചെനാബ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. 2022 ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നതും. ഇതിന്റെ ചിലവെന്ന് പറയുന്നത് 28,000 കോടി രൂപയാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 38 തുരങ്കങ്ങളുടെ മാത്രം നീളം 119 കിലോമീറ്റർ വരും. ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 12.75 കിലോമീറ്റർ നീളമുള്ള തുരങ്കമാണ് രാജ്യത്തെ ഏറ്റവും വലിയ തുരങ്കം. ഈ പദ്ധതിയുടെ ഭാഗമായി 927 പാലങ്ങളും റെയിൽവേ നിർമ്മിച്ചിട്ടുണ്ട്. പാലങ്ങളുടെ മാത്രം ദൈർഘ്യം 13 കിലോമീറ്റർ വരും. അതേസമയം കഴിഞ്ഞ വർഷം ഡിസംബർ 29 ചെനാബ് റെയിൽവേ പാലം ലോകത്തിന് നെറുകയിലേക്ക് സമർപ്പിക്കുന്നതും. കാശ്മീരിലെ ചെനാബ് നദിക്ക് കുറുകെ ഇന്ത്യൻ റെയിൽവേ നിർമ്മിച്ച കൂറ്റൻ ആർച്ച് പാലം ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് യാത്രയുടെ പുതിയ വാതിലാണ് തുറന്നു നൽകിയിരിക്കുന്നതും. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ നിർമ്മാണമായിരുന്നു ചെനാബ് ആർച്ച് പാലം. 359 മീറ്റർ ഉയരവും, അതായത് ഈഫിൽ ടവറിനേക്കാൾ 35 മീറ്റർ അധികം തലപ്പൊക്കമാണ് ഇതിനുള്ളത്. നീളമാവട്ടെ അതിശയിപ്പിക്കുന്ന 1315 മീറ്ററും. കൊടുങ്കാറ്റിനോ ഭൂകമ്പത്തിനോ ഭീകര ആക്രമണത്തിനോ അങ്ങനെ എന്തിനേയും നേരിടാൻ പോകുന്ന ഒരു പാലമാണ് ജമ്മു കാശ്മീരിന്റെ സ്വപ്നങ്ങൾക്ക് വഴിയൊരുക്കാൻ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നതും. ഉധംപൂർ ബാരാമുള്ള റൂട്ടിൽ വ്യത്യസ്ത ഉയരങ്ങളിലുള്ള മലയിടുക്കുകളെ ബന്ധിപ്പിച്ചാണ് പാലത്തിന്റെ നിർമ്മാണം നടത്തിയതും. പ്രവചനാതീതമായ ഭൂപ്രകൃതിയിലെ കാറ്റിനോടും മഞ്ഞിനോടും ഒക്കെ പർവ്വതങ്ങളോടുമൊക്കെ മല്ലിടാനാണ് ഇന്ത്യൻ റെയിൽവേ ചെനാബ് പാലം നിർമ്മിച്ചിരിക്കുന്നതും. കാശ്മീരിലേക്കുള്ള റെയിൽ റൂട്ട് പൂർത്തിയാക്കണമെങ്കിൽ ചെനാബ് നദി കടക്കണം. ഇവിടെയാണെങ്കിൽ മറ്റെവിടെയും നദിക്ക് കുറുകെ പാലം പണിയാനാകില്ല എന്ന തിരിച്ചറിവിൽ ഇന്ത്യൻ റെയിൽവേ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയായിരുന്നു. നോർത്തേൺ റെയിൽവേക്ക് കീഴിലാണ് ഈ റെയിൽവേ പാത നിർമ്മിച്ചിരിക്കുന്നതും. നിർമ്മാണ ദൗത്യം നിറവേറ്റിയത് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ്. പാലത്തിന്റെ 2 അറ്റത്തു നിന്നും നിർമ്മാണം തുടങ്ങി. പാലത്തിന്റെ ഒത്ത നടുക്ക് വെച്ച് സെക്കൻഡുകൾ കൂട്ടിയോജിപ്പിക്കുന്നതടക്കം നേരിട്ട് സമാനതകളില്ലാത്ത വെല്ലുവിളികളായിരുന്നു. ഈ പാലത്തിലെ പരീക്ഷണ ഓട്ടങ്ങൾ വിജയകരമായി റെയിൽവേ പൂർത്തീകരിച്ചിട്ടുണ്ട്. ജമ്മുവിനെയും കാശ്മീരിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ റൂട്ടിൽ നിലവിൽ റിയാസി ജില്ലയിലെ കൺട്രയ്ക്കും റംബാൻ ജില്ലയിലെ ബനിഹായിലും ഇടയിലാണ് 63.8 കിലോമീറ്ററാണ് ട്രെയിൻ സർവീസ് ഇല്ലാത്തത്. ചെനാബ് ഉൾപ്പെടെ ഈ ഭാഗം കൂടി പൂർത്തിയാക്കിയാൽ താഴ്വര പൂർണ്ണമായും ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധിപ്പിക്കപ്പെടും. പിന്നെ കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെ ട്രെയിൻ ഓടും. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ദില്ലി ശ്രീനഗർ വന്ദേ ഭാരത് സർവീസിനോട് ചെനാബിലൂടെയുള്ള ഇന്ത്യൻ റെയിൽവേയുടെ കുതിപ്പ് അതിന് തുടക്കമാകുമെന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.